സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നു. ഇപ്പൊ തന്നെ വോട്ടെണ്ണിന്റെ അവസാന നിമിഷങ്ങളൊക്കെ നമുക്ക് പറയാം. ഏകദേശം ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് അടുക്കുമ്പോൾ ഏകദേശം 90 സീറ്റോട് കൂടിയിട്ട് UDF അപ്രമാദത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് LDF മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. അതിൽ മുഴുവൻ LDFന്റെ എല്ലാ പ്രചാരണ ആയുധങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ജനങ്ങൾ വേറെ എന്തൊക്കെയോ ചിന്തിക്കുന്നു എന്നൊക്കെ ഇപ്പോൾ പറയേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയാണ് LDF പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്ന് പറയുന്നത്. അതവർ ചെയ്ത കാര്യങ്ങളായിരുന്നു. അവർ അധികാരത്തിൽ കയറിയിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ അവരുടെ മുമ്പിലേക്ക്, ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരുന്നു LDF നടത്തിയിരുന്നത്. പക്ഷേ ആ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ LDF പരാജയപ്പെട്ടോ, അതേസമയം തന്നെ UDFന്റെ കുറ്റങ്ങൾ പറഞ്ഞടക്കുന്നതിൽ, VD സതീശിന്റെ തെറ്റുകൾ പറഞ്ഞടക്കുന്നതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോയോ എന്നുകൂടി ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും LDF എന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. ഇപ്പോഴുള്ള കണക്കുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും UDF തന്നെയായിരിക്കും അധികാരത്തിൽ കയറുക. 43 എന്ന് പറഞ്ഞ ആ ഒരു എണ്ണ സംഖ്യയിൽ നിന്ന് 90ലേക്ക്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന അപ്പുറം സംഖ്യയിലേക്ക് ഇനി LDF മാറിക്കയറുക ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് അത് എത്രത്തോളം സാധ്യമാണെന്നൊക്കെ ഞാൻ സംശയിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമായിട്ടും നമ്മുടെ LDF നമ്മുടെ കേരളത്തിൽ ഏറ്റവും അവസാനമായിട്ട് ആയുധമാക്കിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് വയനാടായിരുന്നു. വയനാട് വീടുകളായിരുന്നു. നോക്കൂ, UDF അത് വീട് പണി തുടങ്ങണമെന്നോ UDF ആ വീട് കൊടുക്കുമെന്നോ അവർക്ക് ഇപ്പോഴും വലിയ ഉറപ്പില്ലാത്ത ഈ ഒരു സമയത്ത് പോലും UDFനെ തന്നെയാണ് ആളുകൾ വിശ്വസിക്കുന്നു എന്നത് ഒരു മഹാ അത്ഭുതമാണെന്ന് ഞാൻ പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം? എന്താണോ ജനങ്ങൾക്ക് ഇനിയിപ്പോൾ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഈ LDF ഭരിക്കേണ്ടി വന്നത് അതിനിടയ്ക്കുണ്ടായ കൊറോണയും മറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഗതി മാത്രമാണ്, പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി മാത്രമാണ്. അതൊരു അത്ഭുതം സംഭവിച്ചു പോയതാണെന്ന് ജനങ്ങൾക്ക് ആഗ്രഹം ഓരോ 5 വർഷം കൂടുമ്പോഴും UDFനെ കൊണ്ടുവരിക, LDFനെ കൊണ്ടുവരിക, UDFനെ കൊണ്ടുവരിക, LDFനെ കൊണ്ടുവരിക. ഈ പരിപാടിയാണ് ജനങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നിപ്പോകുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു വലിയ മാറ്റം സംഭവിക്കുമ്പോൾ. കാരണം LDFന് പറയത്തക്ക കുറ്റങ്ങളൊന്നും പറയാനുണ്ടായിരുന്നില്ല നമ്മുടെ പ്രതിപക്ഷത്തിന്. LDF എന്തെങ്കിലും ചെയ്തില്ല എന്നോ, ചെയ്തു എന്നോ, അല്ലെങ്കിൽ വലിയ ഒരു കള്ളത്തരങ്ങൾ ചെയ്തു എന്നോ, മന്ത്രിമാരെല്ലാവരും കൂടിയിട്ട് അഴിമതിക്ക് വിധേയരായെന്നോ എന്നീ തരത്തിലുള്ള ഒരു സംഗതിയും ഈ ഇലക്ഷന്റെ അവസാന നിമിഷം വരെ UDFന് കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷെ അതേ സമയം തന്നെ LDFന് പറയാൻ ഏറെ ഉണ്ടായിരുന്നു. അവർ ജനങ്ങൾക്ക് കൊടുത്തിരുന്ന പെൻഷൻ തുകയെക്കുറിച്ചിട്ട്, പെൻഷൻ തുക വർദ്ധിപ്പിച്ചതിനെ കുറിച്ച്, ഇവിടെ വളരെ വൃത്തിയായിട്ട് ഇവിടുത്തെ റേഷൻ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ട്, നമ്മുടെ സ്കൂളുകളെല്ലാം വളരെ ഗംഭീരമായിട്ട് മാറിയതിനെ കുറിച്ച്, പാഠപുസ്തകങ്ങളെല്ലാം കൃത്യമായിട്ട് കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്നതിനെ കുറിച്ചിട്ട്, അംഗനവാടിയിലെ ഭക്ഷണ മെനുകളൊക്കെ മാറിയതിനെ കുറിച്ചിട്ട്, ഇങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അന്വേഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. എന്തൊക്കെയായാലും UDF എന്ന് പറയുന്ന ആ ഒരു ശക്തി കേന്ദ്രം ഇലക്ഷൻ കഴിഞ്ഞ നിമിഷം മുതൽ അപാരമായ ആഹ്ലാദത്തിലായിരുന്നു, അപാരമായ സന്തോഷത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം പോലും ഇതാ മുഖ്യമന്ത്രി ഞങ്ങളുടേത് എന്ന് പറഞ്ഞിട്ട് VD സതീശിന്റെ പോസ്റ്റർ ഉയർത്തി കാണിക്കാൻ അവർക്ക് ഒരു മടിയുണ്ടായില്ല. എന്നാൽ LDF ക്യാമ്പുകൾ മുഴുവൻ നിശബ്ദമായിരുന്നു. ഇത്തരത്തിലൊരു അപാരമായിട്ടുള്ള ഇതൊരു വൻ തിരിച്ചടിയാണ്. വെറും 40ലേക്ക് ചുരുങ്ങുക, 100 ഉണ്ടായിരുന്ന 90 ഉണ്ടായിരുന്ന LDF വെറും 40ലേക്ക് ചുരുങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപാരമായിട്ടുള്ള മുന്നേറ്റമാണ് UDF നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഞാനൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യം, ഇതെല്ലാം കഴിഞ്ഞ് LDFന്റെ വക ഒരു വിശദീകരണം ഉണ്ടായിരിക്കും. അതൊരു ബോറൻ വിശദീകരണമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവർ മുതലാളിത്ത തേങ്ങ മാങ്ങ നാട്ടുകാർക്ക് മനസ്സിലാവാൻ പറ്റാത്ത എന്തെങ്കിലും ഡയലോഗുകളൊക്കെ വെച്ചിട്ട് ഇതിനെ ദയവ് ചെയ്ത് വിശദീകരിച്ച് കുളമാക്കരുത് എന്ന് മാത്രമാണ് എനിക്കൊക്കെ തോന്നിപ്പോകുന്നത്. എന്തായാലും ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്, ഞാൻ ഇപ്പോഴേ പറയാം, വീഡിയോയിൽ ഇപ്പോൾ ഇത്ര കാലം പറഞ്ഞ് നീ ഇതല്ലല്ലോ, നീ ഒരു LDF കാരനല്ലേ. തീർച്ചയായിട്ടും ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷം ജയിക്കണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയും അതിനും വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തുള്ള ഒരാളാണ്. എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പലപ്പോഴും LDF ചെയ്ത നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ LDFൻ്റെ ചില കുരുത്തക്കേടുകളുണ്ടെങ്കിൽ അതുകൂടി തുറന്നു പറയാൻ ഞാൻ എൻ്റെ ചാനൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ നിമിഷത്തിൽ LDF ജയിക്കണമെന്ന് ആഗ്രഹിച്ച ഞാൻ നല്ല നിരാശയിലാണ്. തീർച്ചയായിട്ടും നിരാശ ഉണ്ട് തന്നെ പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇനിയുള്ള മണിക്കൂറുകളിൽ എന്താണ്, ഇനി വല്ല മാജിക് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ LDF വരുമായിരിക്കാം.
അല്ലാതെ എനിക്കിപ്പോൾ LDF ഇനി ഇവിടെ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഏകദേശം മങ്ങിപ്പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും UDF ഇപ്പോൾ 90-ൽ പോയി നിൽക്കുന്നുണ്ട്. അതൊരു നിമിഷം 100 വരെ മുട്ടിയിട്ടാണ് താഴത്തോട്ട് 90-ലേക്ക് വന്നത്. ആ ഒരു സംഖ്യയിൽ നിന്ന് ഇനി താഴത്തേക്ക് വരിക എന്ന് പറയുന്നത് ഇനി നമുക്കൊരു 1 അവറോ 2 മണിക്കൂറോ ഉണ്ടായിരിക്കും. ഒരു 12 മണിയോട് കൂടിയിട്ട് പരിപൂർണമായിട്ട് എല്ലാ സംഗതികളും തീരും. ഇപ്പം തന്നെ എവിടെയെങ്കിലൊക്കെ ആഘോഷങ്ങളൊക്കെ UDF ക്യാമ്പിൽ തുടങ്ങിയിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തൊക്കെയായാലും ഇത്തവണ UDF ഭരിക്കുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഈ സംഗതികളൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകുന്നത്. ബൈ.